നമസ്തേ. മാതാപിതാക്കൾ മക്കൾക്ക് സമ്പത്തല്ല, ആദരവിന്റെ ആത്മാവ് നൽകട്ടെ. കുട്ടികൾ ജനിക്കുന്നത് അതീവ നിഷ്കളങ്കരും പരിശുദ്ധരുമായിട്ടാണ്. അവർക്ക് സ്വപ്നങ്ങളുടെ ചിറകുകളുണ്ട്. അവർ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ അവരെ കണ്ടീഷൻ ചെയ്യുകയും അവരുടെ സ്വപ്നങ്ങളുടെ ചിറകുകളുടെ തൂവലുകൾ പറിച്ചു കളയുകയും ചെയ്യുകയാണ്. അവരുടെ പരിശുദ്ധിയും നിഷ്കളങ്കതയും പതിയെ പതിയെ അപ്രത്യക്ഷമാകുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ കുട്ടികളും ഏത് ജീവിയുടേതായാലും ചെറുതായിരിക്കുമ്പോൾ അതിന് വളരെ മനോഹാരിതയും ലാളിത്യവും ഉള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. കുട്ടികളെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ കുഞ്ഞുങ്ങളായാലും അതിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. മനുഷ്യരെല്ലാവർക്കും ആ നിഷ്കളങ്കത അതിലേക്ക് അട്രാക്റ്റ് ആകുകയാണ്. ആ ഒരു ഓറയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരു താല്പര്യം ജനിക്കുകയാണ്. പക്ഷെ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ എവിടെയാണ് അവരുടെ ഈ ലാളിത്യവും ഈ നിഷ്കളങ്കതയും ഈ പരിശുദ്ധിയും ഒക്കെ പോയി മറയുന്നത്? ഇതിന്റെ ഉത്തരവാദികൾ തീർച്ചയായിട്ടും ഈ കുട്ടികളല്ല, മുതിർന്ന ആളുകളാണ്. നമ്മളോട് ഇടപഴകുന്നതിനനുസരിച്ച് ഇവർക്ക് വ്യത്യാസങ്ങൾ വരുന്നു. ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ ഇവർക്ക് ഹെറിഡിറ്റി ആയിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അവരായിരിക്കുന്ന എൻവയോൺമെന്റ്, അവരായിരിക്കുന്ന അന്തരീക്ഷം, അവരായിരിക്കുന്ന സൊസൈറ്റിയിൽ നിന്ന് ആർജിച്ചെടുക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ചെലവഴിക്കുന്നത് അവരുടെ മാതാപിതാക്കളോടൊപ്പം അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻസിനോടൊപ്പം അതുപോലെ തന്നെ അവരുടെ അധ്യാപകരോടൊപ്പവുമാണ്. മത്സരത്തിന്റെ ഈ ലോകമായതുകൊണ്ട് തന്നെ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ എങ്ങനെ മത്സരിക്കണം, എങ്ങനെ ഒരുത്തനെ തോൽപ്പിക്കണം, സ്വന്തം അടുത്തിരിക്കുന്ന സുഹൃത്തിനെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്, മത്സരം മാത്രമാണ് പഠിപ്പിക്കുന്നത്. കാരണം പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം. കുട്ടിക്കാലത്ത് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് വില കിട്ടിയിരുന്നതെങ്കിൽ മുതിരുമ്പോൾ അത് പണത്തിന്റെ അടിസ്ഥാനത്തിലായി മാറുകയാണ്. കുട്ടിക്കാലത്ത് മാർക്ക് മേടിക്കുന്നത് പോലെ വലുതാകുമ്പോൾ പണം കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കുട്ടികളെ പഠിപ്പിക്കുകയും പണത്തിന് പിന്നാലെ വ്യഗ്രതപ്പെട്ട് ഓടുന്ന ഒരു ജനറേഷൻ സെറ്റാണ് ഇന്ന് നമ്മളുടെ അടുത്തുള്ളത്. അവർക്ക് ആൻസൈറ്റി കൂടുതലാണ്, അവർക്ക് ഡിമാൻഡ്സ് കൂടുതലാണ്, കാര്യങ്ങൾ പെർസീവ് ചെയ്യാനുള്ള സമയം അത് വളരെ ക്വിക്കാണെങ്കിലും അവരുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ കുറവാണ്. അതുപോലെ തന്നെ ഗാഡ്ജറ്റ്സുകളിൽ പ്രാവീണ്യമുണ്ടെങ്കിലും അതിനോടൊക്കെ അടിമത്തം ഉണ്ടാകുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. സാമൂഹിക ബന്ധങ്ങളും നെറ്റ്വർക്കും ഉണ്ടെങ്കിലും അത് എത്രമാത്രം പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതും സംശയകരമായിട്ടുള്ള കാര്യമാണ്. ജനറേഷൻ സെറ്റ് ഹൈലി ഡിമാൻഡിങ് ആണ്. അതോടൊപ്പം തന്നെ അവർ എന്റർടൈൻമെന്റിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. എന്റർടൈൻമെന്റ് അഥവാ വിനോദം വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ ഈ വിനോദമാണ് നിങ്ങളുടെ ഹോബി അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയിലുള്ള നിങ്ങളുടെ പ്രവർത്തനമാണ് നിങ്ങളിലേക്ക് പണവും വിജയവും പ്രശസ്തിയും എത്തിക്കുന്നതെങ്കിൽ അതാണ് ശരിയായ വഴിയെന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് പർപ്പസ് അല്ലെങ്കിൽ മീനിങ് ഓഫ് ലൈഫ് നഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ എന്റർടൈൻമെന്റ്, ഫുഡ്, ട്രാവൽ, ഈറ്റ്, ഡ്രിങ്ക്, മെയ്ക്ക് മെറി എന്ന് പറയുന്ന കാര്യങ്ങളിൽ മാത്രം ഫോക്കസ്ഡ് ആകുന്നു. അതിൽ പ്രെയർ ഇല്ല, അതിൽ ധ്യാനമില്ല, മെഡിറ്റേഷൻ ഇല്ല, കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിലേക്കുള്ള ആക്സസ് ഇല്ല. അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയില്ല, പ്രകൃതിയെക്കുറിച്ച് അറിയില്ല, പ്രപഞ്ചത്തെക്കുറിച്ച് അറിയില്ല. പുസ്തകങ്ങളിൽ കൂടെ കിട്ടിയ അല്പമാകുന്ന സയന്റിഫിക് നോളജ് മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. ഈ ഒരു നോളജ് വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് മഹാരഥന്മാർ ജനിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യവും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്ര സയന്റിസ്റ്റുകളുടെ പേരോ അല്ലെങ്കിൽ ഇന്നോവേഷൻസോ ഒക്കെ നമ്മുടെ സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒന്ന് നിരീക്ഷിച്ചാൽ തന്നെ ഈ കാര്യം മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും കുട്ടികൾ ജനിക്കുമ്പോൾ പേരന്റിങ് എന്ന് പറയുന്ന കാര്യം അവിടെ ആരംഭിക്കുകയാണ്. സ്പിരിച്വൽ പേരന്റിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ കുട്ടികളെ വളർത്തുന്നു. കാരണം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ആ രീതിയിൽ മാത്രമേ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അറിയുകയുള്ളൂ. അവർ മെറ്റീരിയൽസ് ആണ്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം എന്ന രീതിയിൽ അവരെ പഠിപ്പിക്കുന്നു. പണം, മെറ്റീരിയൽ പൊസഷൻസ്, ഇതാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നു. പക്ഷെ ഇവർക്ക് എന്താണ് ദൈവം, എന്താണ് പ്രപഞ്ചം, ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ ആരാണ് ക്രിയേറ്റ് ചെയ്തത്? നമ്മൾക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ടോ? നമ്മൾ എവിടെ നിന്നാണ് വന്നത്? നമ്മൾ എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത്? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? പർപ്പസ് എന്താണ്? തുടങ്ങിയ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് കൂടിയാണ്. ഞാൻ ഒരു സ്ഥലത്തൊരു പരിശീലന പരിപാടിക്ക് ക്ലാസ് എടുക്കാനായിട്ട് പോയ സമയത്ത് അത് പേരൻസിനുള്ള ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് മാതാപിതാക്കൾ ക്ലാസ്സിലുണ്ട്. ഏകദേശം 100-നടുത്ത ആളുകളുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളിൽ എത്ര പേരാണ് നിങ്ങളുടെ കുട്ടികളോട് പ്രപഞ്ചത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും അനന്തതയെക്കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും ആത്മീയ തലങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാറുള്ളത് എന്ന് ചോദിച്ചു. കുട്ടികൾക്ക് ധ്യാനത്തിനുള്ള പരിശീലനം കൊടുക്കുന്ന എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു. അതിൽ ഒരു പേരന്റ് മാത്രമാണുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100-ൽ ഒരാൾ മാത്രമേ ഏകദേശം ഈ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ തന്നെ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഉപദേശങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ആകണം പേരന്റിങ്ങോ എന്നുള്ള കാര്യങ്ങളല്ല.
സ്പിരിച്വലി ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന പ്രത്യേകത, ഒരു സ്പിരിച്വൽ ചൈൽഡ്, അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ പാരന്റിങ് കിട്ടുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ഗുണങ്ങൾ, ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഈ സദ്ഗുണങ്ങൾ കിട്ടിക്കൊണ്ട് വളർന്നു വരുന്ന കുട്ടികൾ മാത്രമേ മനുഷ്യത്വം എന്ന് പറയുന്നത് തിരിച്ചു കാണിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇന്നത്തെ പേരൻസ് ആണ്, ഇന്നത്തെ കുട്ടികളല്ല യഥാർത്ഥത്തിൽ നാളെ നിർമ്മിക്കുന്നത്. ഇന്നത്തെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗാർഡിയൻസ് തന്നെയാണ്, അധ്യാപകരും ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട്, ഇവരെയൊക്കെ ഞാൻ കളക്റ്റീവ്ലി ഗാർഡിയൻസ് അല്ലെങ്കിൽ പേരൻസ് എന്ന് വിളിക്കുകയാണ്. ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് നവലോകത്തിന്റെ നിർമ്മാതാക്കളെ വാർത്തെടുക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകത എന്നുള്ളത്. മെറ്റീരിയലിസം, ഈ മെറ്റീരിയൽ പൊസഷൻസ് ഉണ്ടാക്കാനുള്ള വ്യഗ്രത, ആസക്തി, സൂയിസൈഡൽ തോട്ട്സ്, അതുപോലെ തന്നെ സർവനാശം. ഇതാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാത്രം ഒരാളെ റേസ് ചെയ്ത് കൊണ്ടുവരുമ്പോഴുള്ള കുഴപ്പം. ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ബട്ട് ബിയോണ്ട് ലോജിക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് ഡീല് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ നടന്ന കാര്യങ്ങൾക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ രീതിയിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാത്രം വളർന്നു വരുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് എല്ലാം അവരുടെ കൺട്രോളിലുള്ള കാര്യമാണ് എന്നാണ്. പക്ഷെ കാലക്രമേണ യൂണിവേഴ്സിന് അതിൽ വലിയ റോള്, നമ്മളെക്കാളും വലിയ റോളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യും. എന്നാൽ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ജീവിതം കൂടുതൽ വിജയത്തിലേക്കും കൂടുതൽ അർത്ഥപൂർണവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് മാറുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ചെറിയ പ്രശ്നങ്ങൾക്കാണ് കുട്ടികൾ പല രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റതായിരിക്കാം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കൾ ദേഷ്യപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ എന്തെങ്കിലും സാധനങ്ങൾ അവരിൽ നിന്ന് ലഭിക്കാത്തതായിരിക്കാം. ഇനി അതും പോകട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ അവരെ പ്രണയിച്ചില്ല എന്നതുപോലും ഇന്ന് പല കുട്ടികളും പല നെഗറ്റീവായിട്ടുള്ള സൂയിസൈഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് കാരണമാകുന്നുണ്ട്. മാതാപിതാക്കൾക്ക് കുട്ടികളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. ശാസ്ത്രീയമായതും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് പേരന്റിങ്ങിൽ കൊണ്ടുവരാനായിട്ട് മജോറിറ്റി ആൾക്കാർക്കും അറിയില്ല എന്നത് തന്നെയാണ്. മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ ഒരു ആത്മീയ തലത്തിലും കൂടി കണക്ട് ചെയ്തുകൊണ്ട് പേരന്റിങ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ സ്മൂത്തായി മാറുകയും കുട്ടികൾ വളരെ പ്രൊഡക്റ്റീവും നല്ല മനുഷ്യരുമായി മാറുകയും ചെയ്യുന്നതിൽ യാതൊരു സംശയവുമില്ല. എംപതി അഥവാ വേറൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ നോക്കിക്കാണാനുള്ള കഴിവ് ഇന്നത്തെ ആളുകളിൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ്, EQ എന്ന് പറയുന്ന കാര്യം, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന കാര്യം, ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ വേറൊരാളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാര്യം മനസ്സിലാക്കാനും അവരുടെ വികാരങ്ങൾക്കനുസരിച്ച് പെരുമാറാനും സാധിക്കുകയുള്ളൂ. സ്വന്തം ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇമോഷണൽ മച്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുകയുള്ളൂ. ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ സെൽഫ് അവയർനെസ് ആവശ്യമാണ്. സെൽഫ് അവയർനെസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? തീർച്ചയായിട്ടും അതിന് നല്ലൊരു നർച്ചറിങ് എൻവയോൺമെന്റ്, അതിലൊരു ആത്മീയതയുടെ എലമെന്റും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. അവനവനെ കണ്ടെത്താനായിട്ട് കുട്ടികളെ ചെറുപ്പം തൊട്ടേ പ്രാക്ടീസ് ചെയ്യിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പല ധ്യാന സെഷൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ചെറിയ കുട്ടികൾ ധ്യാനത്തിലിരിക്കുമ്പോഴും മുതിർന്നവർ ധ്യാനത്തിലിരിക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികൾ അതിലേക്ക് ലയിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും നോർമലായിട്ടുള്ള സിറ്റുവേഷൻസിൽ. മുതിർന്നവർക്ക് ഒരുപക്ഷെ അത്രയും ഒരു ഫോക്കസ് അതിലേക്ക് കിട്ടിക്കോണമെന്ന് പോലുമില്ല. തിങ്സ് ആർ ക്രിയേറ്റഡ് ടു ബി യൂസ്ഡ്, പീപ്പിൾ ആർ ക്രിയേറ്റഡ് ടു ബി ലവ്ഡ്. സാധനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. വ്യക്തികളെ അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടിയിട്ടുമാണ്, പരസ്പരം സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്നെന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വ്യക്തികളെ അല്ലെങ്കിൽ മനുഷ്യനെ ഉപയോഗിക്കുകയും വസ്തുക്കളെ സ്നേഹിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കോൺട്രാഡിക്ഷൻ, ഈ ഒരു വിരോധാഭാസം തന്നെ അടിസ്ഥാനപരമായിട്ട് സ്പിരിച്വൽ പേരന്റിങ്ങിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ്. നേരെ ആ ഒരു പെർസ്പെക്റ്റീവ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പീപ്പിൾ ആർ ക്രിയേറ്റഡ് ടു ബി ലവ്ഡ്. വസ്തുക്കളാകട്ടെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതുമാണ്. ഈ ഒരു അടിസ്ഥാന കാര്യം മനസ്സിലാക്കിയാൽ തന്നെ മുതിർന്നവരുടെയും കുട്ടികളുടെയും പെർസ്പെക്റ്റീവിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകും. കുട്ടികൾക്ക് ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ഉണ്ടാക്കുക എന്നതിന് പകരമായിട്ട് ചെറുപ്പം തൊട്ടേ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇന്നത്തെ കുട്ടികൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സെൻസിറ്റീവാണ്. ക്രിറ്റിസിസം ഏറ്റുവാങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ടീച്ചറുടെ അടുത്തുനിന്ന് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് വിമർശിച്ചു, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കളിയാക്കി, ഇതൊക്കെ വരുമ്പോഴത്തേനും വലിയ പ്രശ്നമായിട്ട് മാറുകയാണ്. പണ്ടൊക്കെയുള്ള ആളുകൾക്കാണെങ്കിൽ ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്, റഫായിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് പേരൻസിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കുട്ടിക്കാലം തൊട്ടേ ട്രെയിനിങ് കൊടുക്കുന്നില്ല, കുട്ടികളെ വിമർശിക്കുന്നില്ല, തടയേണ്ട കാര്യങ്ങൾ തടയുന്നില്ല, അരുതാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ പേരൻസിന് ചെറുപ്പകാലത്ത് ഫ്രീഡം കിട്ടിയിട്ടില്ല. എന്റെ കുട്ടികൾക്ക് ഇത് കിട്ടട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണ് അവിടെ നടക്കുന്നത്.
പക്ഷേ ശാസ്ത്രീയമായിട്ട് ഇതിനെ വിശകലനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഒരു ഭാഗത്ത് അല്പം നന്മയൊക്കെയുള്ള ആളുകളുണ്ട്, പക്ഷെ മറുഭാഗത്തുള്ളത് എത്തിക്സ്, മൊറാലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ, മൂല്യബോധം തുടങ്ങിയ കാര്യങ്ങളൊന്നും ലെവലേശമില്ലാത്ത ആളുകളാണ്. അവർ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, മെറ്റീരിയലിസ്റ്റിക് പൊസഷൻസിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് തയ്യാറാണ്. അതുപോലെ തന്നെ മുതിർന്നവരോട് ബഹുമാനമില്ല, അധ്യാപകരോട് ബഹുമാനമില്ല, ഗുരുക്കന്മാരോട് ബഹുമാനമില്ല, അല്ലെങ്കിൽ ബഹുമാനം കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ ബഹുമാനത്തിന് പകരം റിബൽ നേച്ചറാണ് കാണിക്കുന്നത്. പലരും പറയുന്നത് ധിക്കാരി ആകണം, അല്ലെങ്കിൽ ബഹുമാനം എന്ന് പറയുന്നത് ഒരു അനാവശ്യ സാധനമാണെന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ റെസ്പെക്ട് എന്ന് പറയുന്ന കാര്യം അങ്ങോട്ട് കൊടുക്കുമ്പോൾ മാത്രം ഇങ്ങോട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരാൾ ചെറുപ്പം തൊട്ടേ ഒരു റിബൽ നേച്ചറിൽ വളർന്നു വരികയാണെങ്കിൽ മുതിർന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ അയാളുടെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ എത്രമാത്രം ഭീകരമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ആളുകൾ വളരെ ഇൻസ്റ്റിങ്ച്വലായി, ഇമ്പൾസീവായിട്ട് അവർക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത് ഡ്രഗ്സിന്റെ യൂസേജും മറ്റ് സാമൂഹിക സാഹചര്യങ്ങളും ഒക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിയമത്തിനെ അനുസരിക്കുക എന്നതുപോലും പല ആൾക്കാരുടെയും നെഹുഡുവിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ, ഒരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുക? മതം പോകട്ടെ, മതത്തിന്റെ കാര്യങ്ങൾ പോകട്ടെ, ആത്മീയത പോകട്ടെ, നിയമം പോലും പാലിക്കാനായിട്ട് പറ്റാത്തൊരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ പരാജയമാണത്. തീർച്ചയായിട്ടും കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനൊക്കെ ആത്മീയതയുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ കുട്ടികൾ അത്തരത്തിലുള്ള കാര്യങ്ങളും കഥകളും ഒക്കെ കേട്ട് വളരുന്നത് കൊണ്ട് അവർക്കും ഒരു ആത്മീയതയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. ചില കുട്ടികളാകട്ടെ ഇൻബോൺ ആയിട്ട് അവർക്ക് അങ്ങനെയുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. ഒരു ഹയർ സെൽഫ് ഉണ്ട്, എപ്പോഴും ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ ഉണ്ട്, ഒരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ ഒരു ആദിപരാശക്തി അവരുടെ കൂടെയുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെറുപ്പത്തിലെ അവരുടെ മനസ്സിൽ രജിസ്റ്റർ ആവുകയാണ്. ഇത് ഏതെങ്കിലും ഒരു എവിഡൻസ് കണ്ടിട്ട് വിശ്വസിക്കുന്നതായിരിക്കണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻബോൺ ആയിട്ട് ചില ആളുകളിൽ ഈ സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് പറയുന്ന കാര്യം ട്യൂൺ ആയിരിക്കും. അത് അവർക്ക് കിട്ടിയ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ പൂർവികരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് ആത്മീയതയെ മനസ്സിലാക്കാനായിട്ട് ഒരു നാച്ചുറൽ കപ്പാസിറ്റി ഉണ്ട്, പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വരദാനം, ഒരു സാധ്യത അവരിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ചില കുട്ടികളിൽ നമുക്ക് ദൃശ്യമാകുന്ന കാര്യമാണ്. ചില മാതാപിതാക്കൾ ഇത് തിരിച്ചറിയുകയും ഇത് തിരിച്ചറിയുന്ന സമയത്ത് അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ പരിപോഷിപ്പിക്കുന്ന സമയത്തും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റിലീജിയസ് റിച്വൽസ് അവരെ ബോറടിപ്പിക്കുന്ന രീതിയിൽ അവരിലേക്ക് ഇൻജക്ട് ചെയ്യരുത്. ആ സമയത്ത് അവരത് വെറുത്തുപോകും. അവർ ഒരുപക്ഷെ ഈ ആത്മീയതയിൽ നിന്ന് തന്നെ മാറിപ്പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ജഡ്ജ്മെന്റൽ ആണ്. അത് ഫോഴ്സ് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റിയിലുള്ള ഒരു വ്യക്തിയാണ് ഈ ഗാർഡിയന്റെ സ്ഥാനത്തുള്ളത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ റിച്വൽസ് ഫോളോ ചെയ്യാനായിട്ട് കുട്ടിയെ ഫോഴ്സ് ചെയ്യുകയില്ല. അത് കുട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷെ മുന്നിൽ തെരഞ്ഞെടുക്കാനായിട്ടുള്ള ചോയ്സസ് നിരത്താനായിട്ട് ഇവർക്ക് കൃത്യമായിട്ട് സാധിക്കുകയും ചെയ്യും. ഓവർവെൽംഡ് ആയിട്ടുള്ള, ആൻഷ്യസ് ആയിട്ടുള്ള, ആകുലതപ്പെട്ടിട്ടുള്ള, വറീഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും ദുഃഖത്തിൽ കഴിയുന്ന, ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകളുടെ ഒരു സമൂഹത്തിൽ ആരാണോ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നത് അവരാണ് വിജയികൾ. ഇത് ക്രമേണ മനുഷ്യർ മനസ്സിലാക്കുക തന്നെ ചെയ്യും. എല്ലാം കിട്ടി വളരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നറിയില്ല. നമുക്ക് ഈസി ആയിട്ട് എന്ത് കാര്യം കിട്ടിയാലും അതിന് എന്തായാലും വിലയുണ്ടാവുകയില്ല. അത് കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി. ഇപ്പൊ കുട്ടികൾക്ക് ഒരു കാര്യം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവരിഷ്ടപ്പെട്ടൊരു കളിപ്പാട്ടമായിക്കോട്ടെ, അവരിഷ്ടപ്പെട്ടൊരു ഭക്ഷണമായിക്കോട്ടെ, ഇത് എങ്ങനെയാണ് സാധിച്ചെടുത്തത് എന്നുള്ള ഒരു ഇൻസൈറ്റ് എപ്പോഴും ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ കുറച്ചൊക്കെ ഈ കഷ്ടപ്പാടിന്റെ വഴികൾ എന്താണ് എന്നുള്ളത് കുട്ടികൾ പറഞ്ഞു കേട്ടെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ മാതാപിതാക്കളുടെ ഒരു കടമ എന്ന് പറയുന്നത് സ്വന്തം മക്കൾക്ക് എല്ലാം കൊടുക്കുക എന്നുള്ളതല്ല, അവർക്ക് പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കുട്ടിക്ക് കൊടുക്കേണ്ടത്, ഓവറായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വില ഉണ്ടാവുകയില്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത് എന്നാണോ നിങ്ങളിൽ നിന്ന് നിലയ്ക്കുന്നത് അന്ന് നിങ്ങളോടുള്ള വിലയും തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് ഇല്ലാതെ ആകുമെന്നുള്ളതാണ്. കുട്ടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എവിടെ നിന്ന് എങ്ങനെ വരുന്നു എന്നുള്ളത്. എങ്കിൽ മാത്രമേ ഈ കുട്ടി വളർന്നു വന്ന് ഒരു വ്യക്തിയാകുന്ന സമയത്ത് മറ്റുള്ളവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ എത്ര ബുദ്ധിമുട്ടുണ്ട്, അത് എന്തുകൊണ്ട് നമ്മൾ അതിനെ എതിര് നിന്നുകൂടാ, അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് എന്തുകൊണ്ട് നശിപ്പിച്ചുകൂടാ എന്നുള്ള ആ ഒരു അവബോധം ഉണ്ടാവുകയുള്ളൂ. സ്പിരിച്വൽ പേരന്റിങ് കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ മക്കൾക്ക് ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഹോപ്പ്, പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രതീക്ഷയില്ലാത്തടത്ത് എന്താ സംഭവിക്കുക എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ വീണ് പോയ ഒരു സിറ്റുവേഷനിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് പൊന്തി വരാനുള്ള ഒരു കഴിവ്, റെസിലിയൻസ് എന്നാണ് സൈക്കോളജിയിൽ ഇതിന് പറയുന്നത്.
ഈ ഒരു കഴിവൊക്കെ സ്പിരിച്വൽ പേരന്റിങ് കൃത്യമായിട്ട് കിട്ടിയ കുട്ടികളിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അറ്റ്ലീസ്റ്റ് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനമെങ്കിലും പേരന്റിങ്ങിൽ കൊണ്ടുവരണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളതും ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു ആവശ്യകതയുമാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾ ഒപ്പമില്ല, തങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക്, പ്രണയബന്ധങ്ങളിലേക്ക്, മറ്റു രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നത്. അവിടെ വെച്ചാണ് അവർ ഡ്രഗ് യൂസേജ് പോലുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്നത്. അപ്പൊ ഈ സമയത്തൊക്കെ ഒരു ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് എപ്പോഴും മാതാപിതാക്കൾ അല്ലെങ്കിൽ ആരെങ്കിലും അകലെ ആണെങ്കിൽ പോലും അവരുടെ പ്രശ്നങ്ങളുടെ സമയത്ത് അവരോടൊപ്പമുണ്ട്, ഞങ്ങളൊപ്പമുണ്ട് എന്നുള്ളൊരു തോന്നൽ തീർച്ചയായിട്ടും കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. ഇത്തരത്തിൽ സ്പിരിച്വൽ പേരന്റിങ് അല്ലെങ്കിൽ ആത്മീയമായ രീതിയിലുള്ള മനഃശാസ്ത്രവും ആത്മീയതയും കൂടി കണക്ട് ചെയ്തിട്ടുള്ള, രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പേരന്റിങ് ലഭിക്കുന്ന കുട്ടിക്ക് മാത്രമാണ് സ്ട്രോങ് സെൻസ് ഓഫ് മീനിങ് പർപ്പസ് ഓഫ് ലൈഫ് ഉണ്ടാകുന്നത്. അഥവാ ശക്തമായിട്ടുള്ള ജീവിതത്തിന്റെ പർപ്പസിനെ കുറിച്ചിട്ടുള്ള ബോധം, അതിന്റെ അർത്ഥത്തിനെ കുറിച്ചിട്ടുള്ള ജ്ഞാനമൊക്കെ ഉണ്ടാകുന്നത്. നമുക്ക് വേണ്ടത് പഴയത് പഠിച്ചിട്ട് വീണ്ടും വീണ്ടും പാടുന്ന ആളുകളെ അല്ല, പുതിയതായിട്ട് എന്ത് ഇന്നോവേഷൻ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ആൾക്കാരെയാണ് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ആവശ്യമുള്ളത്. ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി ഉള്ള കാര്യങ്ങൾ പഠിച്ചു പാടുകയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് അതിനപ്പുറത്തേക്കുള്ള ഒരു കണ്ടുപിടുത്തം നടത്തണമെങ്കിൽ ബിയോണ്ട് വാട്ട്, ഇതിനപ്പുറത്തേക്ക് എന്തുണ്ട്. ഇപ്പൊ മനഃശാസ്ത്രത്തിലാണെങ്കിൽ പോലും പല കാര്യങ്ങളും മനഃശാസ്ത്രത്തിന്റെ ഫ്രെയിംവർക്കിലേക്ക് വരുന്നത് ഇതിനപ്പുറത്തുള്ള കാര്യത്തിനെ തെളിയിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് ഫ്രെയിംവർക്കിനുള്ളിലേക്ക് വരുന്നത്. സയൻസിന്റെ കാര്യത്തിൽ ഇത് വിഭിന്നമല്ല, കാരണം മനഃശാസ്ത്ര സയൻസിന്റെ ഒരു ചെറിയൊരു സ്പെസിമെൻ മാത്രമാണ്. അപ്പൊ ഈ കാര്യം ക്യൂരിയോസിറ്റി എപ്പോഴും കുട്ടികളിൽ നിലനിർത്താനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ അവർക്ക് ഇന്നോവേഷൻസ് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. അത് മതപരമായാലും ആത്മീയമായാലും ഏത് തരത്തിലുള്ളതായാലും അവരുടെ മുന്നിലേക്ക് നിരത്തി വെക്കുക. അവർക്ക് ആവശ്യമുള്ളത് അവർ സ്വാഭാവികമായിട്ടും എടുക്കാനുള്ള കഴിവ് കൊടുത്തിട്ടാണ് അവർ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. കുട്ടികളെ ആത്മീയതയിലേക്ക് കൊണ്ടുവരുന്നത് ഭയപ്പെടുത്തിക്കൊണ്ടായിരിക്കരുത്. ഇന്ന രീതിയിൽ ചെയ്തില്ലെങ്കിൽ, ഇന്ന രീതിയിൽ വിശ്വസിച്ചില്ലെങ്കിൽ നീ നരകത്തിലേക്ക് പോകും, നിന്നെ പിശാചു പിടിക്കും, അല്ലെങ്കിൽ നീ എഴുതി തള്ളപ്പെട്ടവനാകും, നിത്യ നരകത്തിലേക്കോ അഗ്നിയിലേക്കോ പോകുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കൊണ്ടുവരുന്നതും ആകരുത്. അതോടൊപ്പം തന്നെ അവരെ ഇരുത്തി ഒരുപാട് സമയം ബോറടിപ്പിച്ച് ഉപദ്രവിക്കുകയും അരുത്. നമ്മൾ ബാലവേലയ്ക്കൊക്കെ എതിരാണ് നമ്മളെ നിയമവ്യവസ്ഥ. ആ ബാലവേലയെക്കാളും ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യം, ഒരു റിലീജിയസ് ഇൻട്രോക്ടിനേഷൻ അവരുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുന്നത്. അതുകൊണ്ട് ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നത് പോലെയാണ് മാനസിക പീഡനവും എന്നുള്ളത് മനസ്സിലാക്കണം. ഈ പീഡനം എന്ന് പറയുന്നത് എപ്പോഴും വഴക്ക് പറയുന്നതോ അല്ലെങ്കിൽ തെറി വിളിക്കുന്നതോ മാത്രമൊന്നുമല്ല. ഒരാൾക്ക് പറ്റാത്തൊരു കാര്യം അയാളിലേക്ക് ഫോഴ്സ്ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു പീഡനം തന്നെയാണ്. നിങ്ങൾക്കും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ അതിന്റെ കിടപ്പ് എന്താണ് എന്നുള്ളത് മനസ്സിലാകും. എല്ലാവർക്കും അഭിലാഷങ്ങളുണ്ട്. അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അഭിലാഷങ്ങളുണ്ട്. തീർച്ചയായിട്ടും ചെറിയ കുട്ടിക്ക് നിങ്ങളെക്കാളും സ്ട്രോങ് ആയിട്ടുള്ളതും ക്ലിയർ ആയിട്ടുള്ളതുമായിട്ടുള്ള അഭിലാഷം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളിൽ പല ആൾക്കാരും ചിലപ്പോൾ നമ്മുടെ അഭിലാഷങ്ങൾ സാധിച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അത് നേടാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ കുട്ടികളുടെ കാര്യം വരുന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അവരുടെ അഭിലാഷത്തിലേക്ക് അവരെ എത്തിക്കാൻ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറയുന്നത് ഉന്തി മരം കയറ്റണമെന്നോ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നോ അല്ല, പിന്തുണ കൊടുക്കണം. കാര്യം ചെയ്യുന്നത് അവർ തന്നെ ആയിരിക്കണം. പലപ്പോഴും മാതാപിതാക്കൾ തങ്ങളുടെ അഭിലാഷങ്ങൾ കുട്ടികളിലൂടെ നടപ്പാക്കാനായിട്ട് ശ്രമിക്കും. ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ച മാതാപിതാക്കൾ എന്ത് ചെയ്യും? കുട്ടിയെ ഡോക്ടറാക്കാനായിട്ട് ശ്രമിക്കും. തീർച്ചയായിട്ടും ആ കുട്ടിയുടെ കഴിവ് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കും. അപ്പൊ ചില സമയത്ത് കുട്ടികൾക്ക് തന്നെ ഇത് കണ്ടെത്താനായിട്ട് സാധിക്കും. ചെറുപ്പത്തിൽ തന്നെ അവരൊരു താല്പര്യം കാണിച്ചേക്കാം. ചില സമയങ്ങളിൽ ശാസ്ത്രീയമായിട്ടുള്ള മനഃശാസ്ത്ര അപഗ്രഥനങ്ങളിൽ കൂടെ കുറച്ച് വളർന്നു വരുന്നതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇപ്പം ഒരുപാട് വഴികളുണ്ട്. അതുപോലെ തന്നെ പേരൻസിനാണെങ്കിലും നല്ല ഒബ്സർവേഷൻ കപ്പാസിറ്റി ഉള്ള പേരൻസ് ആണെങ്കിൽ അവർക്ക് ഈ കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ കുട്ടി ഇത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഈ ഒരു അഭിലാഷത്തിന്റെ വശം അതെന്താണെന്നുള്ളത് കണ്ടെത്താനായിട്ടുള്ള സപ്പോർട്ടായിരിക്കും ചിലപ്പോൾ കൊടുക്കേണ്ടി വരിക. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് നേടാനുള്ള സപ്പോർട്ട് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് നല്ല മനോഹരമായിട്ടുള്ള ചിറകുണ്ട്. ആ ചിറക് വീശി പറക്കാനായിട്ട് അവരെ പഠിപ്പിക്കുക. നിങ്ങൾ പക്ഷികളെയൊക്കെ നോക്കുന്ന സമയത്ത് അറിയാം, ആ പക്ഷികളെ അച്ഛനും അമ്മയും എടുത്തുകൊണ്ട് നടക്കുകയല്ല ചെയ്യുന്നത്, അവരെ പറക്കാനായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ട മെറ്റീരിയൽസ്, ഭക്ഷണവും കാര്യങ്ങളും കൂടും ഒക്കെ ഈ അച്ഛനും അമ്മയും പ്രൊവൈഡ് ചെയ്യുകയാണ്. നമുക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പ്രകൃതിയിലുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. ഈ കാര്യം കുട്ടികളെയും മനസ്സിലാക്കി കൊടുക്കുക. ചിലരുടെ വിചാരം ഭൗതികവാദം ഒരു തെറ്റാണ് എന്നാണ്. തീർച്ചയായിട്ടും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എങ്കിൽ ഭൗതികവാദം ഒരു തെറ്റല്ല. മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ഒരാൾ ശാന്തമായിട്ട് ഒരു ഭൗതികവാദിയായിട്ട് ജീവിച്ചു പോയി എന്ന് കരുതി അയാൾ എന്തായാലും നരകത്തിൽ പോകുന്നെന്നും പറയാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. കർമ്മമാണ് എല്ലാം തീരുമാനിക്കുന്നത്. നിരീശ്വരവാദി ആയാലും വിശ്വാസി ആയാലും ഭൗതികവാദി ആയാലും ചെയ്യുന്ന കർമ്മം അത് പർപ്പസീവാണ്.
അത് നന്മയുള്ളതാണ്, ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൽക്കർമ്മമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി മരണാനന്തര ജീവിതത്തിലേക്ക് പോകുന്ന സമയത്തും ഗ്രേറ്റ്നെസ്സിലേക്ക് തന്നെയാണ് പോവുക. പക്ഷെ മനസ്സിലാക്കുക, പല കുട്ടികളും ഇന്ന് വളർന്നു വരുന്ന സമയത്ത് വിശ്വാസത്തെ കൈവിടിയാനുള്ള കാരണം എന്ന് പറയുന്നത് അവരെ ബോറടിപ്പിക്കുന്നത് കൊണ്ടും അവരെ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ടുമാണ്. അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന രീതിയിൽ വിജയിച്ച ആളുകളൊക്കെ ഇന്ന വഴികളിൽ കൂടിയാണ് സഞ്ചരിച്ചത്. നമ്മുടെ ചാനലിൽ തന്നെ മുൻപുള്ള വീഡിയോകളിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കളക്റ്റീവ് അൺകോൺഷ്യസ്നസ്, വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ മഹത് വ്യക്തിത്വങ്ങളുടെ എല്ലാ ജീവിതത്തിൽ വന്നതായിരുന്നു. അതുപോലെ തന്നെ ചിലരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കാര്യം എന്താണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ, അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചു കൊടുക്കാറില്ല. നമ്മൾ പഠിക്കുന്ന ആൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് പതിയെ പതിയെ. അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ആ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിനാൽ മനസ്സിലാക്കുക, അമിതമായ ആത്മീയ പ്രഘോഷണവും പ്രഭാഷണങ്ങളും മറ്റുള്ളവരെ വെറുപ്പിക്കും. അത് ദയവ് ചെയ്ത് ചെയ്യരുത്. നിങ്ങൾ മുതിർന്നവരോടാണെങ്കിലും എല്ലാ ദിവസവും വാട്സപ്പിലേക്ക് മതത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പിടിച്ചോണമെന്നില്ല. താല്പര്യമുള്ളവർക്ക് മാത്രം അത് അയക്കുക. ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക. കവലയിൽ പോയി മൈക്ക് കെട്ടിവെച്ച് ഒച്ച വെച്ചുകൊണ്ടല്ല നിങ്ങളുടെ പിൻഗാമികളെ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ആളുകളെ നിങ്ങളിലേക്ക് അടുപ്പിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതം കാണിച്ചു കൊടുത്തിട്ട് അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്ന ആളുകൾ വരട്ടെ. മനസ്സിലാക്കുക, ഭയത്താൽ സറണ്ടർ ചെയ്യുന്നവർക്ക് ഉപരിപ്ലവമായ വിശ്വാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ സ്വയമേ ഹയർ സെൽഫിനെ കണ്ടെത്തുന്നവർക്ക്, അല്ലെങ്കിൽ ഹയർ സെൽഫിന്റെ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നവർക്ക് അവരുടെ ജീവിതം അങ്ങോട്ട് തന്നെ വിശ്വാസമായി മാറുകയാണ്. അവരുടെ ജീവിതത്തിൽ എപ്പോഴും ആത്മീയത അവരോടൊപ്പം ഉണ്ടായിരിക്കും. അവർ ആത്മീയതയെ എതിർത്ത് ചിന്തിച്ചാൽ പോലും ഈ ആത്മീയതയുടെ വലയത്തിലായിരിക്കും അവരുണ്ടാവുക. അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ അവരുടെ ലൈഫ് ലോങ് അവർക്കുണ്ടാവുകയും ചെയ്യും. ആത്മീയത ഇൻഫിനിറ്റ് ഫോർഗീവിംഗ് ആണ്, എന്ന് വെച്ചാൽ അനന്തമായ ക്ഷമയാണ്. അത് മറ്റുള്ളവരിൽ നിന്ന് ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ആത്മീയതയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ആത്മീയതയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നീ ഇങ്ങനെ ചെയ്താലേ നിനക്കിത് കിട്ടുകയുള്ളൂ, നീ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഇത്തരം റിച്വൽസിൽ പങ്കെടുത്താൽ മാത്രമേ നിനക്കിത് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം, ഈ ആത്മീയത എന്ന് പറയുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ദൈവത്തിനോട് സംവദിക്കുന്നതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം, നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫ് ലോങ് ആയിട്ട് ആവശ്യമായിട്ടുള്ള ശ്വാസം പോലെ നമ്മൾ വന്നിരിക്കുന്ന സോഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ള സമയത്ത് ആ ഒരു കാര്യം മുന്നോട്ട് പോകുമെന്നുള്ളത് മനസ്സിലാക്കുക. പൂർണ്ണമായ ഭൗതികവാദികൾക്കിടയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടി ആത്മീയതയിൽ ചരിക്കുന്ന ഒരു വ്യക്തി നിലകൊള്ളുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ആത്മീയതയിലൂടെ ചരിക്കുന്ന ഈ വ്യക്തിയുടെ സാന്നിധ്യത്തിനെ അവർക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കുകയില്ല. അവരുടെ സാന്നിധ്യം അവരെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. തങ്ങളുടെ വ്യർത്ഥമായ ആഗ്രഹങ്ങൾക്ക് വിപരീതമായ ആത്മീയതയുടെ മഹത്വം അവർ ദർശിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് പ്രകാശം കൊടുക്കുന്നത്. ഇഫ് യു ആർ ട്രൂലി സ്പിരിച്വൽ, നിങ്ങൾക്ക് മെറ്റീരിയൽ പൊസഷൻസ് ചിലപ്പോൾ കുറവായിരിക്കാം, നിങ്ങൾക്ക് സൗന്ദര്യം എന്ന് പറയുന്ന സംഗതി കുറവാണെന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. എല്ലാവർക്കും സൗന്ദര്യമുണ്ട് എന്നുള്ളതാണ് സത്യകത. അതുപോലെ തന്നെ അത്ര വലിയ ശക്തമായ സാന്നിധ്യമൊന്നും അല്ല എന്ന് തോന്നിയേക്കാം. പക്ഷെ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക, ആത്മീയതയിൽ ട്രൂലി സ്പിരിച്വൽ ആയിട്ട് ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത്ഭുതകരമായ സാന്നിധ്യത്തെ തള്ളിക്കളയാൻ മറ്റുള്ളവർക്കാകില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് മഹാരഥന്മാര് നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നതും നമ്മളുടെ മുൻ തലമുറകളും ഇപ്പോഴുള്ള തലമുറയും ഇനി വരാൻ പോകുന്ന തലമുറയും അവരുടെ ടീച്ചിങ്സിനെ കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും അതിലേക്ക് എത്തുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും. ഇന്ദ്രിയപരവും ശാരീരികവുമായിട്ടുള്ള അറിവുകളെക്കാൾ അപ്പുറത്താണ് ജീവിതം എന്നുള്ളത് ആത്മീയത പഠിപ്പിക്കുന്നു. ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് എത്തി നോക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കേണ്ടതുമുണ്ട്. പ്രകൃതിയും സമൂഹവും ഏകാന്തതയും, ഈ 3 അവസ്ഥകളിലാണ് വ്യക്തികൾക്ക് ആത്മനിഷ്ഠമായിട്ടുള്ള ആത്മീയതയുടെ അർത്ഥം വെളിവാകുന്നത്, അല്ലെങ്കിൽ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങൾ ജീസസ് ക്രൈസ്റ്റിനെയോ അല്ലെങ്കിൽ മുഹമ്മദ് നബീനെയോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും, അവരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്കായിരുന്നു. എന്നാൽ അതേസമയം മറ്റു ചില മഹർഷിമാരെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധനെ പോലുള്ള ആളുകളെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ കൂടുതൽ ധ്യാനങ്ങളിലും സോളിറ്റ്യൂഡിലുമായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാകുക. എന്നാൽ വേറെ ഫ്രാൻസിസ് അസിസിയെ പോലുള്ള വ്യക്തിത്വങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും പ്രകൃതിയുമായിട്ട് അവർ കണക്റ്റഡ് ആയിരുന്നു എന്നുള്ളതും. സോ ഇൻ നട്ഷൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. ഇത് ചെറുപ്പം തൊട്ടേ വളർത്തിയെടുക്കേണ്ടത് സ്പിരിച്വൽ പാരന്റിങ്ങിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യവുമാണ്. എല്ലാ സൃഷ്ടികളുടെയും ഉദ്ദേശവും അർത്ഥവും മനസ്സിലാക്കാനും ആത്യന്തികമായിട്ട് സൃഷ്ടാവിലേക്ക് അടുപ്പിക്കാനും
ആത്മീയത വഴിയൊരുക്കുകയാണ്. നല്ല ജീവിതത്തിലേക്കുള്ള പാലമാണ് ആത്മീയത. ആത്മീയതയിൽ ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സമൂഹത്തിലെ തന്റെ പങ്ക് എന്താണ്, തന്റെ റോൾ എന്താണ് എന്നതിൽ വ്യക്തതയുണ്ടായിരിക്കും. അല്ലാതെ മെറ്റീരിയലിസ്റ്റിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലെ തന്റെ റോളിനെ കുറിച്ച് അയാൾക്ക് അറിയില്ല. ദെൻ അയാൾ എന്റർടൈൻമെന്റ്, ഫുഡ്, ട്രാവൽ എന്നൊക്കെ ആയിരിക്കും പറയുക. ചിലപ്പോൾ ഡ്രഗ്സ് ആയിരിക്കും അവർക്ക് സന്തോഷം നൽകുക. തന്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ ഒരാൾക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം മാനസിക പ്രശ്നങ്ങളിലേക്ക് വരെ പോകുമെന്നുള്ളത് വിക്ടർ ഫ്രാങ്ക്ലിനെ പോലെയുള്ള ചിന്തകർ പറഞ്ഞത് ഈ അവസരത്തിൽ ഓർക്കുക. ആത്മീയതയിലൂടെ ചരിച്ചു വളർന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത്തരത്തിൽ വളർന്ന കുട്ടികൾ വ്യക്തിയായി കഴിയുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ദുഃഖം, വറി, ആൻസൈറ്റി, ഡിപ്രഷൻ, സൂയിസൈഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രബിൾ ഒക്കെ വരുന്ന സമയത്ത് വീണു പോകുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിന് പകരമായിട്ട് അവർക്ക് സഹാനുഭൂതി, അനുകമ്പ, ദയ, അതുപോലെ തന്നെ റെസിലിയൻസ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിയിൽ വീണാലും തിരിച്ചു കയറി വരാനുള്ള ആ ഒരു ശക്തി, അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളോ രോഗങ്ങളോ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളോ സ്ട്രെസ്സോ എന്തൊക്കെ വന്നാലും അവർക്ക് പിടിച്ചു നിൽക്കാനുമാവും. ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. ആത്മീയതയിൽ യഥാർത്ഥത്തിൽ ചരിക്കുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങളെയൊക്കെ ഓവർകം ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലുണ്ട് എന്നതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് റിസർച്ചേഴ്സിന്റെ പബ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം മെറ്റീരിയലിസ്റ്റിൽ മാത്രം ചിന്തിച്ചു പോകുന്ന സമയത്ത്, ജീവിതത്തിൽ വിപരീതമായ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് വേറൊരു വഴിയില്ല. പക്ഷെ ആത്മീയതയിൽ ചരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിത വീക്ഷണം തന്നെ വ്യത്യാസമുള്ളതാണ്. അയാൾക്ക് എപ്പോഴും ഒരു ഹയർ സെൽഫ് കൂടെ ഉണ്ടായിരിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ പ്രശ്നങ്ങളൊക്കെ പരീക്ഷണങ്ങളാണ്, എക്സ്പീരിയൻസസ് ആണ്, ലെസൺസ് ആണ്. ഈ ലെസൺസിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു വലിയ ഇൻസൈറ്റ്, ഇത് വളരെ ചെറുതാണെന്ന് പറയുന്ന സമയത്തും കേൾക്കുന്ന സമയത്തും നിങ്ങൾക്ക് തോന്നും വളരെ വലുതാണ് ഈ ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻസൈറ്റ് ഉള്ള സമയത്ത് ചിലപ്പം ആത്മഹത്യയിലേക്ക് പോകേണ്ട ആള് അത് ഒഴിവാക്കി വലിയൊരു ജീവിത വിജയം നേടാൻ പോലും സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ആത്മീയതയിൽ നടക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കുട്ടികളുടെ സ്പിരിച്വൽ ക്വസ്റ്റ്യൻസ്, ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ടാണ് പോകുന്നത്, ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, പ്രപഞ്ചം എന്താണ്, ഇതിനപ്പുറത്തേക്ക് എന്താണ്, ഈശ്വരനുണ്ടോ, ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നിരാകരിക്കുന്നതിന് പകരം പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് സാധ്യതകൾ, നീ അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അതിനുള്ള പുസ്തകങ്ങൾ കൊടുക്കുക, ഓൺലൈനിൽ പരതാനായിട്ട് പ്രേരിപ്പിക്കുക. അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ആ കുട്ടി അതീവ വിശാലമായിട്ടുള്ള, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു അനന്തതയുടെ ലോകത്തേക്ക് സഞ്ചരിക്കുക തന്നെ ചെയ്യും. ആത്മീയതയിലേക്ക് വിളിയുള്ള വ്യക്തികളാണെങ്കിൽ അവിടെ നിങ്ങൾ തുറന്നു കൊടുക്കുന്നത് വലിയൊരു വാതിലും കൂടിയായിരിക്കും. അപ്പൊ ഇതിൽ എപ്പോഴും ഏത് കാര്യവും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മേൽനോട്ടം ആവശ്യമാണ്. അപ്പൊ അവരുടെ പ്രായത്തിനും അവരുടെ സാഹചര്യത്തിനും അനുസരിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണോ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ആ ഒരു അവസ്ഥ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം, യോഗ, പ്രാർത്ഥന പോലുള്ള കാര്യങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ ദിവസേന എന്നോണം കൊടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, ഇത് ഫോഴ്സ്ഫുൾ ആയിട്ടാകരുത്, അല്ലെങ്കിൽ അവരുടെ ഒരു സമയവും സാഹചര്യവും ഒക്കെ അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഇത് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് അതൊരു ഡോർവേ ആയിട്ട്, ഒരു കീ ആയിട്ട് മനസ്സിലാവുകയും പിന്നീട് ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് അവർ ആ പാത്തിലേക്ക് പതിയെ പോവുകയും ചെയ്യും. ആത്മീയമായിട്ടുള്ള ജീവിതവും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ജീവിതവും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത്. മിഡിൽ പാത്ത് ഈസ് എ ഗോൾഡൻ പാത്ത് എന്നുള്ള ബുദ്ധവചനം നമ്മൾ മറക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ എംപതിയും ഇമോഷണൽ ഇന്റലിജൻസും ഒന്നും പ്രാക്ടീസ് ചെയ്യിപ്പിക്കാത്തത് കൊണ്ട് പലർക്കും ഇന്ന് സ്കൂളുകളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ വളരെ കുറവാണ്. കൂട്ടത്തിൽ ഒരുത്തന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്ന കുട്ടികളെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ലത് പറഞ്ഞു വരുന്നതിനേക്കാളും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ഈ മറ്റുള്ളവനെ അടിച്ചു താഴ്ത്തുന്ന, തരം താഴ്ത്തുന്ന, കുറ്റം പറയുന്ന സ്വഭാവത്തിൽ നിന്നൊക്കെ മാറാനായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ലോ ഓഫ് കർമ്മ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ, അതായത് യുവർ എക്സ്പ്രഷൻ ക്രിയേറ്റ്സ് ആണ് ഇംപ്രഷൻ എന്നുള്ളത് കുട്ടിക്ക് ചെറിയ കാലം തൊട്ടേ പറഞ്ഞു കൊടുക്കുക. നമ്മൾ വിചാരിക്കും ഇത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് മനസ്സിലാവുമെന്ന്. സരസമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അത് കഥകളിലൂടെയോ അല്ലെങ്കിൽ സംസാരങ്ങളിലൂടെയോ ഒക്കെ, പ്രാക്ടീസസിലൂടെയോ ഒക്കെ കുട്ടികളിലേക്ക് ഡെലിവർ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു എന്നറിയാം. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പം മനഃശാസ്ത്രപരമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്പിരിച്വൽ പേരന്റിങ് സാധ്യമാകട്ടെ. നവലോകത്തിന്റെ നിർമ്മാതാക്കളെ വൃത്തിയായിട്ട് വാർത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.